എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, അവരെ വിലയിരുത്താറുണ്ട്, അല്ലേ? മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇതൊന്നും മോശമായിട്ടുള്ള കാര്യമാണ് എന്നല്ല. അതിലപ്പുറം നമ്മൾ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ, മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനേക്കാൾ, മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനേക്കാൾ നമുക്ക് നമ്മളോട് സംസാരിക്കാനാവണം എന്നുള്ളതാണ്. അതായത് നമ്മളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും അഭിപ്രായങ്ങൾ പറയേണ്ടതും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയുടെ ചിന്തകളിലും സ്വഭാവത്തിലും അയാളുടെ ലക്ഷ്യങ്ങളിലും ആഗ്രഹങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആരംഭിക്കുന്നത് എന്ന് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ മാറണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെക്കുറിച്ച് പഠിക്കാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം, അല്ലേ? നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, പ്രത്യേകതകളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമ്മളെക്കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനാവുക. നമ്മളെക്കുറിച്ച് പഠിക്കാതെ, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനാവാതെ, നമ്മളെക്കുറിച്ച് സ്വയം ഒരു അഭിപ്രായമില്ലാതെ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കണ്ടെത്താനാവില്ല. അതായത് നിലവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. സ്വയം ഒന്ന് നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. എന്ന് കരുതി ഒരു ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറല്ല, ഒരിത്തിരി സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് പല സന്ദർഭങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും എന്നെക്കുറിച്ച് സ്വയം മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അതായത് രാവിലെ എഴുന്നേറ്റിട്ട് വ്യായാമം ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഓടുന്ന ഒരു പരിപാടിയുണ്ട്. ഈ സമയത്താണ് ഞാൻ ശരിക്കും എന്നെ വിലയിരുത്താറുള്ളത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിലവിലുള്ള എൻ്റെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ആ സമയം എനിക്ക് കൃത്യമായി ഉപയോഗപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താണ് എടുക്കേണ്ടത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരുന്നത്, എന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നത് ആ സമയങ്ങളാണ്. അതുപോലെ തന്നെ ജോലിപരമായ കാര്യങ്ങളുണ്ട്. ഈ ജോലിയിൽ നിലവിലുള്ള അവസ്ഥകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് ഇനി അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് എന്നിലേക്ക് എത്തിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ മകന്റെ കാര്യങ്ങളെക്കുറിച്ച്, അവനെ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവനെ മോൾഡ് ചെയ്തെടുക്കേണ്ടത്, വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് പോസിറ്റീവായ രീതിയിൽ മാറ്റാനാവുക, എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, അതെങ്ങനെയാണ് എനിക്ക് പരിഹരിക്കാനാവുക. ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ ഓരോ മനുഷ്യരുമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ട് അതിന് മാറ്റങ്ങൾ വരുത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു മാറ്റം ജീവിതത്തിൽ പ്രകടമാവാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അത് തന്നെയാണ്. സ്വയം ഒരു ആത്മപരിശോധന നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട്. നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. നിലവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ? ആ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നേരിടാനാവുക? ഇത് സ്വയം ചോദിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്തെടുക്കണം എന്ന് തീരുമാനിക്കാൻ ആ ചോദ്യങ്ങളും അതിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളുമാണ് നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാറില്ല. അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മളെക്കുറിച്ചൊന്ന് സ്വയം മനസ്സിലാക്കാൻ ഇത്തിരി സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയാറില്ല. ഇത് വളരെ ഏകാന്തതയോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഏകാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏകാന്തതയിൽ ഒരിത്തിരി സമയം ഇരിക്കുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുക, അവിടെ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ആ പഠനത്തിൽ നിന്ന് നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്
നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു സൂത്രവാക്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റുകൾ തിരുത്തുമ്പോഴാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.